നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വിൻറ്റേജ് മുംബൈ ഈസ് ബാക്ക്. ആ രൂപത്തിലാണ് ഇന്നലത്തെ കളി കണ്ടപ്പോൾ ആരാധകർ പറയുന്നത്. 199 റൺസ് അടിക്കുക, 100 റൺസിന് എതിരാളികളെ ഓൾ ഔട്ട് ആക്കുക, നെഗറ്റീവായി കിടന്നിരുന്ന നെറ്റ് റൺ റേറ്റ് പോസിറ്റീവാക്കുക, 10ാം സ്ഥാനത്ത് നിന്ന് 7ാം സ്ഥാനത്തേക്ക് പോയിന്റ് പട്ടികയിൽ ജമ്പ് ചെയ്യുക. വാവ് ഒരു പെർഫെക്റ്റ് ഡേ ആണ് ഇന്നലെ മുംബൈ ഇന്ത്യൻസിന്. അതിന് കൈയടിക്കേണ്ടത് 2 പേർക്ക് തന്നെയാണ്. മുടന്തിപ്പോയിരുന്ന ഇന്നിങ്സ് അവസാനം റോക്കറ്റ് വേഗത്തിൽ സ്കോർ ഉയർത്തിയ തിലക് വർമ്മ. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ആദ്യത്തെ IPL സെഞ്ചുറിയാണ്. ഏതായാലും ആ കിടിലൻ ഹിറ്റിംഗ് അവസാനത്തെ 10-23 പന്തിൽ നിന്ന് 80 റൺസിന് മുകളിലേക്ക് അദ്ദേഹം അടിച്ചു കയറ്റിയപ്പോഴാണ് 150-ലോ 160-ലോ ഒതുങ്ങുമായിരുന്ന സ്കോർ 199-ലേക്ക് എത്തിയത്. എന്നാലും അതൊന്നും താങ്ങാൻ പറ്റില്ല തങ്ങൾക്ക് എന്ന് കൃത്യമായിട്ട് JTVൻ്റെ കാണിച്ചു തന്നു. അവർ 100 റൺസിന് ഓൾ ഔട്ടായി. അശ്വിനി കുമാർ 4 വിക്കറ്റുകൾ പിഴുതെടുത്തുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രകടനം നടത്തി. ജസ്പ്രീത് ബുംറയ്ക്ക് വിക്കറ്റില്ല എന്നുള്ള പരാതി ആദ്യ പന്തിൽ തന്നെ തീർത്തു കൊടുക്കുന്ന കാഴ്ചയും കൊണ്ട് എല്ലാം കൊണ്ടും ഹാപ്പി അല്ലേ മുംബൈ ഇന്ത്യൻസ് ആരാധകർ? നോക്കാം നമുക്ക് പോയിന്റ് പട്ടികയിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഒരു നെറ്റ് റൺ റേറ്റിൽ അവർ ഒരു കുതിപ്പുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത്. നെഗറ്റീവായി കിടന്നിരുന്ന നെറ്റ് റൺ റേറ്റ് പോസിറ്റീവാക്കി മാറ്റിയിരിക്കുന്നു. 7ാം സ്ഥാനത്തേക്ക് അവർ കുതിച്ചുയർന്നിരിക്കുന്നു. ഇത് തീർച്ചയായിട്ടും ടീമിനെ സംബന്ധിച്ചിടത്തോളം വരും മത്സരങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഈ മത്സരത്തിന് മുമ്പ് മുംബൈ ഇന്ത്യൻസ് കിടന്നിരുന്നത് 10ാം സ്ഥാനത്താണ്. 5 കളികളിൽ നിന്ന് 1 വിജയം, 4 തോൽവി, 2 പോയിന്റ്, അതാണ് -1.08 നെറ്റ് റൺ റേറ്റിൽ നിന്ന മുംബൈ ഇന്ത്യൻസാണ് ഈ കളിയിലെ 99 റൺസിൻ്റെ വിജയത്തോടു കൂടി അവർ ഇപ്പോൾ കുതിച്ചുയർന്നിരിക്കുന്നത് 7ാം സ്ഥാനത്തേക്കാണ്. 6 കളികളിൽ നിന്ന് 4 പോയിന്റ്, 0.07 നെറ്റ് റൺ റേറ്റ്, അതായത് പോസിറ്റീവാണിപ്പോൾ നെറ്റ് റൺ റേറ്റ് എന്നർത്ഥം. മുംബൈയുടെ ഈ കുതിച്ചുചാട്ടത്തിൽ പലർക്കും അവരുടെ സ്ഥാനങ്ങൾ താഴേക്ക് ഇറങ്ങേണ്ടി വന്നു. അതിലൊന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. 7ാം സ്ഥാനത്ത് നിന്നിരുന്ന ചെന്നൈ 8ാം സ്ഥാനത്തേക്കായി. അതുപോലെ 8ാം സ്ഥാനത്ത് നിന്ന ലക്നൗ സൂപ്പർ ജയൻസ് 9ാം സ്ഥാനത്തേക്കായി. അടിവാരത്ത് നിന്ന് ഒന്ന് കയറി രക്ഷപ്പെട്ടു എന്ന് കരുതി നിന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വീണ്ടും 10ാം സ്ഥാനത്തേക്കായി. 7 കളികളിൽ നിന്ന് 3 പോയിൻ്റ് അവർക്കുള്ളൂ. ഇപ്പോൾ മുംബൈക്കും ചെന്നൈക്കും ലക്നൗ സൂപ്പർ ജയൻസിനും 6 കളികളിൽ നിന്ന് 4 വീതം പോയിന്റുകളുണ്ട്. അതിൽ ബെറ്റർ നെറ്റ് റൺ റേറ്റിലാണ് മുംബൈ ഇന്ത്യൻസ് 7ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഏതായാലും അവർക്ക് മുകളിലുള്ള ടീമുകൾ ഇപ്പോൾ 4ാം സ്ഥാനത്തുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിന് 6 കളി 6 പോയിൻ്റാണ്. ഇതെല്ലാം കയ്യെത്തും ദൂരത്താണ് എന്നർത്ഥം. മുംബൈ ഇന്ത്യൻസ് റൈറ്റ് ട്രാക്കിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന സൂചന ലഭിച്ചതിൻ്റെ സന്തോഷത്തിൽ ആരാധകർ വരും മത്സരങ്ങളിൽ അവർ വീണ്ടും പൊളിച്ചെടുക്കുമെന്ന് തന്നെ കരുതാം. ഹിറ്റ്മാന് കൂടി ഫിറ്റായി തിരികെ എത്തിയാൽ തീർച്ചയായിട്ടും അവർക്ക് ഗുണം ചെയ്യും. പക്ഷേ ഇപ്പോഴും ആശങ്കയുണ്ടാക്കുന്ന ചില ഫോമുകളുണ്ട്. അത് മറ്റാരുടെയുമല്ല, പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യൻ T20 ക്രിക്കറ്റ് ടീമിൻ്റെ നായകൻ, വേൾഡ് കപ്പ് ജേതാവായ നായകൻ സൂര്യകുമാർ യാദവ്. അദ്ദേഹം ഫോം തിരികെ പിടിച്ചേ പറ്റൂ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.